ഹലോ എവ്രി വൺ. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ബഡ്ജറ്റ്. ഇന്ന് നമ്മൾ ബഡ്ജറ്റിൻ്റെ ഡെഫിനിഷൻ പഠിക്കുന്നുണ്ട്, അതിൻ്റെ പ്രിൻസിപ്പിൾ പഠിക്കുന്നുണ്ട്, ടൈപ്സ് ഓഫ് ബഡ്ജറ്റും പഠിക്കുന്നുണ്ട്. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറേ തവണ യൂണിവേഴ്സിറ്റി എക്സാംസിനൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു ഡെഫിനിഷൻ പഠിക്കണം. ഡെഫിനിഷൻ എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് ടൈലർ കൊണ്ടുവന്ന ഡെഫിനിഷൻ ആദ്യം നമുക്ക് നോക്കാം. ടൈലർ കൊണ്ടുവന്ന ഡെഫിനിഷൻ എന്ന് പറയുമ്പോഴത്തേന് ടൈലർ പറഞ്ഞു ഇതൊരു ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു ഫിനാൻഷ്യൽ പ്ലാനാണ് ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിന് വേണ്ടിയിട്ട്. അതാണ് നമ്മളുടെ ടൈലർ പറഞ്ഞ ഡെഫിനിഷൻ. എന്താണ് ടൈലർ പറഞ്ഞ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ഈസ് എ ഫിനാൻഷ്യൽ പ്ലാനിങ് ഓഫ് ഗവൺമെൻറ് ഫോർ എ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. ഇറ്റ് ഈസ് കോൾഡ് എ ബഡ്ജറ്റ്. ദാറ്റ് ഈസ് സെഡ് ബൈ ടൈലർ. രണ്ടാമതായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സാക്റ്റ് ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ വേണം ബഡ്ജറ്റിങ്ങിനെ കുറിച്ചിട്ട്. എക്സാക്റ്റ് ഉള്ള ഡെഫിനിഷൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് എസ് എ ന്യൂമറിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്രസിങ് ദ പ്ലാൻസ്, പോളിസി ആൻഡ് ഗോൾ ഓഫ് ആൻ ഓർഗനൈസേഷൻ ഫോർ എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം ഇൻ ഫ്യൂച്ചർ. ഒരു ഫ്യൂച്ചറിലെ ഒരു ഡെഫിനിറ്റ് പീരീഡിലേക്ക് നമ്മൾ ഒരു പ്ലാൻ, പോളിസി, ഗോൾസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഒരു ന്യൂമറിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ബഡ്ജറ്റ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂമറിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൻ്റെ അകത്ത് ഒരു ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള പ്ലാന്, പോളിസി, ഗോൾസ് ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം ഇൻ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നു. അതാണ് ബഡ്ജറ്റ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നതാണ് ബഡ്ജറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. നമുക്കൊരു 6-7 പ്രിൻസിപ്പിൾസ് പഠിക്കാനുണ്ട്. അപ്പം അതിൽ നമ്മൾ ഫസ്റ്റായിട്ട് പ്രിൻസിപ്പിൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിങ് ആണ്. എന്താണ് പ്ലാനിങ്? പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണോ, അതിൻ്റെ ഫ്യൂച്ചർ പ്ലാനിങ് എന്താണോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളൊരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവിൻ്റെ അടിസ്ഥാനത്തിലും അതേ കണക്ക് ആ ഓർഗനൈസേഷൻ്റെ ഫ്യൂച്ചർ പ്ലാനിങ്ങിൻ്റെ ബേസിസിലും വേണം നമ്മൾ ഒരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമതായിട്ട് ഇത് ചെയ്യുന്നത് പാർട്ടിസിപ്പേഷനാണ്. നമ്മളിപ്പം ഒരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുമ്പം ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റും ഇൻക്ലൂഡ് ചെയ്യണം. അതേപോലെ തന്നെ നഴ്സിംഗ് ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ നഴ്സിംഗ് മാനേജറെയും എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് വേണം, എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ എന്തുണ്ടാക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ഈ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ദെൻ ദ ബഡ്ജറ്റ് ഷുഡ് ബി എ ബാലൻസ്ഡ് വൺ. നമ്മൾ എക്സ്പെൻഡിച്ചറും അതേ കണക്ക് നമുക്ക് കിട്ടുന്ന റവന്യൂവും സെയിം ആയിരിക്കണം. അതായിരിക്കണം ഒരു ബാലൻസ്ഡ് വൺ എന്ന് പറയുന്നത്. നമ്മൾ ക്യാഷ് എന്തോരം ചിലവഴിക്കുന്നുണ്ടോ, എന്തോരം നമുക്ക് കിട്ടുന്നുണ്ടോ, അത് രണ്ടും സെയിം ആയിരിക്കണം, ബാലൻസ്ഡ് വൺ ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ പോകുന്നത് ഫ്ലെക്സിബിലിറ്റി. അതായത് നമ്മളിപ്പം വർക്ക് ചെയ്യുന്ന ഒരു ഏരിയയിൽ ചിലപ്പം വർക്ക് ലോഡ് കൂടുതൽ വരാം, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ആവശ്യകതകൾ കൂടുതലായിട്ട് വരാം. അതനുസരിച്ചിട്ട് നമ്മുടെ ബഡ്ജറ്റ് ഫ്ലെക്സിബിൾ ആയിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് ഫ്ലെക്സിബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ ഈ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് ആക്യുറസി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോഴത്തേന് അത് റിയാലിസ്റ്റിക്കും ആക്യുറേറ്റും ആയിരിക്കണം. എന്തിനു വേണ്ടിയിട്ട് അത് റിയലിസ്റ്റിക് ആയിരിക്കണം? ഒരിക്കലും അങ്ങ് ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന നമ്മൾ നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ നടക്കുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കണം, ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് അവിടുത്തെ ഒരു വേസ്റ്റേജ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ദെൻ ഇറ്റ് ഷുഡ് ബി എ കൺട്രോൾഡ് വൺ. നമ്മൾക്കിപ്പോൾ ഒരു ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലവാക്കുന്ന കാശൊക്കെ നമുക്ക് എന്താക്കാൻ വേണ്ടിയിട്ട് പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും, മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ എക്സ്പെൻഡിച്ചർ കൺട്രോൾ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും സഹായിക്കും ഒരു ബഡ്ജറ്റ്. ദെൻ കോർഡിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും കോർഡിനേറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ എന്താ ഉണ്ടാക്കാൻ, ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിൾസ് പഠിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ എന്തൊക്കെ നോക്കി? ഡെഫിനിഷൻ നോക്കിയതിന് ശേഷം നമ്മൾ പ്രിൻസിപ്പിൾസിന് നോക്കി. ഈ പ്രിൻസിപ്പിൾസ് നമുക്ക് എക്സാമിൻ്റെ സമയത്ത് എല്ലാം ഒന്നും ഓർമ്മ വരത്തില്ല. അപ്പം ഞാനൊരു ചെറിയൊരു കോഡ് അല്ലെങ്കിൽ സ്റ്റോറി ഉണ്ടാക്കിയിട്ടുണ്ട്. അത്ര നല്ല സ്റ്റോറിയൊന്നുമല്ല, പക്ഷേ നിങ്ങൾക്ക് എക്സാമിൻ്റെ ടൈമിൽ നമുക്കൊന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഡാണ്. അപ്പോൾ ആ ഒരു കോഡ് നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേന് നമുക്ക് 2 ആൾക്കാരുണ്ടിടാം. ആരൊക്കെയാടാ? ഒരു ഫ്ലെക്സി ഉണ്ട്, ഒരു അക്കു ഉണ്ട്. ഫ്ലെക്സിയും അക്കും ഭയങ്കര കൂട്ടുകാരായിരുന്നു. ഓക്കെ, ഫ്ലെക്സി, അക്കു കൂട്ടുകാരായിരുന്നേ. ഇതായിരുന്നു ഫ്ലെക്സി, ഇത് നമ്മളുടെ അക്കു. ഇവർ രണ്ടുപേരും കൂട്ടുകാരായിരുന്നു. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോളൊക്കെ ചെയ്യുമായിരുന്നു. എടാ അത് ചെയ്യരുത് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ എന്ത് വാങ്ങി? പി വാങ്ങി. ഒരു കളിപ്പാട്ടല്ലേ, പി വാങ്ങി. എന്നിട്ട് അവരെന്ത് പാടി? പി വെച്ചിട്ട് ബാബാ ബ്ലാഷ് പാട്ട് പാടി. അപ്പോൾ ഇത് വെച്ച് എങ്ങനെ പഠിക്കുക? ഫ്ലെക്സി ഫ്ലെക്സിബിലിറ്റി, അക്കു ആക്യുറേറ്റ്, കൂട്ടുകാർ കോർഡിനേഷൻ, ആൻഡ് കൺട്രോൾ അത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കൺട്രോൾ. പി ഫോർ പ്ലാനിങ് ആൻഡ് പി ഫോർ പാർട്ടിസിപ്പേഷൻ.
ബാബ ബാലൻസ്ഡ് വൺ. ഇങ്ങനെ ഒരു സ്റ്റോറി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നമുക്ക് ഈ ഒരു പ്രിൻസിപ്പിൾസ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ പോകുന്നതാണ് നമ്മളുടെ ടൈപ്സ് ഓഫ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് ബഡ്ജറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ തരത്തിലുള്ള ബഡ്ജറ്റ് നമുക്കുണ്ട്. പെട്ടെന്ന് നമുക്കിത് പറഞ്ഞു നിർത്താം. നമ്മൾ ജസ്റ്റ് ഒരു 5 ബഡ്ജറ്റിൻ്റെ ടൈപ്പാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്. എന്താണ് ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ഡേ ടു ഡേ എക്സ്പെൻസസിൻ്റെ ബേസിസിൽ നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഡേ ടു ഡേ എക്സ്പെൻസസ്. ഫോർ എക്സാമ്പിൾ, ഒരു നഴ്സിന് ഒരു ദിവസം കൊടുക്കേണ്ട സാലറി, അവിടെ ആവശ്യമായിട്ടുള്ള സപ്ലൈസ്, അവിടെ ആവശ്യമായിട്ടുള്ള യൂട്ടിലിറ്റീസ്, ഇതെല്ലാം കൂടെ പ്ലാൻ ചെയ്തെടുക്കുന്നതാണ് ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്. ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടല്ലേ, ഡേ ടു ഡേ എക്സ്പെൻസിന് വേണ്ടിയിട്ടുള്ളത് ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്. നഴ്സിംഗ് സ്റ്റാഫ് സാലറി, ഡ്രസ്സിംഗ് മെറ്റീരിയൽ എല്ലാം നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. നെക്സ്റ്റ് ബഡ്ജറ്റ് ഈസ് ദ ക്യാപിറ്റൽ ബഡ്ജറ്റ്. എന്താണ് ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പയർഡ് ഫോർ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഒരു ഹോസ്പിറ്റലിൻ്റെ നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കുക, അതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റാണ്. അത് കണക്ക് നമ്മൾ എക്യുപ്മെൻറ്റ്സ് വാങ്ങുക, ഒരു ഫർണിച്ചർ വാങ്ങുക, ഇതൊക്കെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള. അങ്ങനെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് പറയുന്നത് പർച്ചേസ് ഓഫ് വെൻറ്റിലേറ്റർ ഓർ ഹോസ്പിറ്റൽ ബെഡ്. നമ്മൾ ഒരു വെൻറ്റിലേറ്റർ വാങ്ങുന്നു അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ബെഡ് വാങ്ങുന്നു, ഇതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അങ്ങനെ അത് വാങ്ങാൻ വേണ്ടി നമ്മൾ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റ്. അടുത്ത ബഡ്ജറ്റാണ് നമ്മളുടെ ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്യാഷ് റെസീപ്റ്റും പേയ്മെൻറ്റും കാണിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ബഡ്ജറ്റ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ എളുപ്പമെന്ന് പറഞ്ഞു തരാം. നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മാസത്തെ പോക്കറ്റ് മണിയായിട്ട് 2000 രൂപ തരുമെന്ന് വിചാരിച്ചു. ആ 2000 രൂപ തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനൊക്കെ വേണ്ടിയിട്ട് ചിലവഴിക്കും എന്നുള്ളത് കാണിക്കണം. അതായത് 2000 രൂപ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് തരുക. ഓക്കെ, അപ്പം അതിൽ നിങ്ങൾക്ക് ഇതാണ് നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത്. ഈ ഇൻകത്തിൻ്റെ അകത്ത് നിങ്ങൾ എന്തിനൊക്കെ വേണ്ടിയിട്ട് എക്സ്പെൻഡിച്ചർ ചെയ്യുന്നു, ബസ് ഫെയർ, ഫുഡ്, ഡ്രസ്സ്, അപ്പോൾ ഇതിന് എന്തിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഈ 2000 രൂപ ചിലവഴിച്ചു എന്നുള്ളത് കാണിക്കണം. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് ക്യാഷ് ബഡ്ജറ്റ്. നമ്മളവിടെ ക്യാഷ് റെസീപ്റ്റും കാണിക്കണം, ക്യാഷ് പേയ്മെൻറ്റ്സും കാണിക്കണം. അങ്ങനെ കിട്ടുന്ന ബഡ്ജറ്റിനെ വിളിക്കുന്ന പേരാണ് ക്യാഷ് ബഡ്ജറ്റ് എന്ന്. ഇതൊരു അഡിക്വേറ്റ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതാണ് ക്യാഷ് ബഡ്ജറ്റ്. ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ ഇൻകം സോഴ്സ് എന്ന് പറയുമ്പോഴത്തേന് പേഷ്യൻ്റ് തരുന്ന കാശുണ്ട്, അവരുടെ ഫെയർ, അത് കണക്ക് തന്നെ ഡൊണേഷൻ, ഗവൺമെൻറ്റിൻ്റെ ഫണ്ട്സൊക്കെ ആയിരിക്കും അവർക്ക് റിസീവ് ചെയ്യുന്ന ക്യാഷ്. അവർക്ക് പുറത്തോട്ട് പോകുന്ന ക്യാഷ് എങ്ങനെയൊക്കെ ആയിരിക്കും, ഹോസ്പിറ്റലിൻ്റെ സ്റ്റാഫ്സിന് കൊടുക്കുന്ന പേയ്മെൻറ്റ്, അവരുടെ വേജസ്, അതേ കണക്ക് തന്നെ എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കുന്നത്, അതൊക്കെ ആയിരിക്കും അവരുടെ ഔട്ട്കം. ഇത് രണ്ടും കൂടെ സ്റ്റേബിളായിട്ട് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ബഡ്ജറ്റാണ് ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ ബഡ്ജറ്റും ക്ലിയറായി. ഇനി നാലാമത്തെ ബഡ്ജറ്റാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന്. ഇപ്പം അക്കോർഡിംഗ് ടു ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഓർ വർക്ക് ലോഡ്, നമുക്കുണ്ടാകുന്ന എത്രത്തോളം ആക്ടിവിറ്റി അല്ലെങ്കിൽ വർക്ക് ലോഡിനനുസരിച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റിനെ വിളിക്കുന്ന പേരാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന്. യൂസ്ഫുൾ വെൻ പേഷ്യൻ്റ് സെൻസസ് ചേഞ്ചസ്. പേഷ്യൻറ്റിൻ്റെ സെൻസസ് ചേഞ്ച് ചെയ്യുമ്പം ഈ ഒരു ബഡ്ജറ്റും ചേഞ്ച് ചെയ്യുന്നത്. അപ്പം ഒരു ദിവസത്തേക്ക് ചിലപ്പം ഇത്ര എമൗണ്ട് ആയിരിക്കും ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ആ ഒരു എമൗണ്ട് ചിലപ്പം പേഷ്യൻ്റ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റാം, അല്ലെങ്കിൽ പേഷ്യൻ്റ് കൂടുതലാണെങ്കിൽ അടുത്ത ദിവസത്തേക്ക് ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്യും. അങ്ങനെ പറ്റുന്ന ഒരു ബഡ്ജറ്റാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്, ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഓർ വർക്ക് ലോഡിനനുസരിച്ച്. ഇനി ലാസ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ ബഡ്ജറ്റാണ് നമ്മളുടെ സീറോ ബേസ്ഡ് ബഡ്ജറ്റ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ, ബഡ്ജറ്റ് ഈസ് സ്റ്റാർട്ട് ഫ്രം സീറോയിൽ നിന്നിട്ടായിരിക്കും ബഡ്ജറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എവറി എക്സ്പെൻസ് മസ്റ്റ് ബി ജസ്റ്റിഫൈഡ്, പ്രിവെൻറ്റ് അൺനെസസറി എക്സ്പെൻഡിച്ചർ. എല്ലാ എക്സ്പെൻസും ജസ്റ്റിഫൈഡ് ചെയ്യണം. നിങ്ങൾ എന്തിനാണ് ആ ഒരു എമൗണ്ട് ചിലവഴിച്ചതെന്നുള്ളത് ജസ്റ്റിഫൈഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടത്തുള്ളൂ, ക്യാഷ് കിട്ടത്തുള്ളൂ. പ്രിവെൻറ്റ് അൺനെസസറി എക്സ്പെൻഡിച്ചർ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്. അപ്പം ഇതെങ്ങനെ മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് 2000 രൂപ ഓൾറെഡി പോക്കറ്റ് മണി തന്നു, പക്ഷേ നിങ്ങളിപ്പം വീട്ടിൽ പറയുക എനിക്ക് 200 രൂപ വേണമെന്ന്. അപ്പം നിങ്ങളുടെ
അച്ഛനോർ അമ്മ ചോദിക്കുകയാണ് എന്തിനാണ് 200 രൂപ എന്ന്. അപ്പോൾ നിങ്ങൾ പറയാം എനിക്ക് റെക്കോർഡ് ബുക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് 200 രൂപ എന്ന്. അപ്പോൾ ആ റെക്കോർഡ് ബുക്ക് എന്നുള്ള ഓപ്ഷൻ അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് എന്ത് കിട്ടിയത്, ക്യാഷ് കിട്ടിയത്. പക്ഷെ നിങ്ങളിപ്പോൾ 200 രൂപ ചോദിക്കുക അച്ഛനോ അമ്മയോട് ചോദിക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് പറയാൻ അവിടെ ഒരു ഓപ്ഷൻ ഇല്ല, അല്ലെങ്കിൽ ഒരു റീസൺ ഇല്ല എന്തിനാണ് 200 രൂപ എന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് കിട്ടത്തില്ല. പ്രോപ്പറായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ക്യാഷ് കിട്ടത്തുള്ളൂ. അങ്ങനെ ഉണ്ടാക്കുന്ന ബഡ്ജറ്റിനെ വിളിക്കുന്ന പേരാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റ് എന്ന്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്, ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പഠിച്ചു ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്, പിന്നെ നമ്മൾ പഠിച്ചു ക്യാപിറ്റൽ ബഡ്ജറ്റ്, പിന്നെ ക്യാഷ് ബഡ്ജറ്റ്, പിന്നെ നമ്മൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്, സീറോ ബേസ്ഡ് ബഡ്ജറ്റ്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റോറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളുടെ നേരത്തെ പഴയ ഫ്ലെക്സി ഇല്ലേ, ഫ്ലെക്സിയുടെ അക്കൗണ്ടിൽ സീറോ ബാലൻസ് ആയിരുന്നു. അങ്ങനെ ഫ്ലെക്സി എന്ത് ചെയ്തു, ക്യാഷ് OC വാങ്ങിച്ചു. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി, സീറോ ബേസ്ഡ് ബഡ്ജറ്റ്, ക്യാഷ് ബേസ്ഡ് ബഡ്ജറ്റ്, ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റ്. ഇതാണ് നമ്മളുടെ സ്റ്റോറി. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത് ബഡ്ജറ്റിൻ്റെ ഡെഫിനിഷൻ. ബഡ്ജറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് എസ് എ ന്യൂമറിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്രസിംഗ് ദ പ്ലാൻ, പോളിസി ആൻഡ് ഗോൾ ഓഫ് ആൻ ഓർഗനൈസേഷൻ ഫോർ എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. പിന്നെ നമ്മളുടെ പ്രിൻസിപ്പിൾസ്, അത് നമ്മളൊരു കോഡ് വെച്ച് നമ്മൾ നോക്കിയായിരുന്നു. പിന്നെ നമ്മൾ ടൈപ്സ് ഓഫ് ബഡ്ജറ്റും, നമ്മൾ 5 തരത്തിലുള്ള ബഡ്ജറ്റിൻ്റെ ടൈപ്സും പഠിച്ചു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.